ഓ മൈ അർഷദ്. അങ്ങനെ അവസാനത്തെ ദിവസം ദുബായിലെ ലാസ്റ്റ് ജോബാണ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ജോബാണ്. ആൻഡ് ഇന്ന് ലാസ്റ്റ് ഡേ കൂടെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര കൊട്ടിഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. നൈസായിട്ട് കഴിഞ്ഞു, ഇറങ്ങിപ്പോന്നു. ജസ്റ്റ് കൈ കൊടുത്തു, ഹഗ് ചെയ്തു, ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഇറ്റ് വാസ് ഗുഡ്. വർക്ക് ചെയ്തതിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, റിസൈൻ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, അത് ലോക്കായി പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് 1.5 years ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു റിസൈൻ നന്നായിട്ട് ബാധിക്കും. ഐ നോ ദാറ്റ്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, നമ്മളിപ്പോൾ അത്രയും കാലം വർക്ക് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ റെസ്പോൺസിബിലിറ്റീസും ഇനിയിപ്പം വർക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ ഇറങ്ങി പോരാന്ന് പറഞ്ഞത് അത് രസമുള്ള പരിപാടിയാണ്. കുറേ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ നാളെ മുതൽ ഫ്രീ ആണ്. ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടാവും, കുറച്ചല്ല നല്ല സ്ട്രഗിളിങ് ഉണ്ടാവും. ബട്ട് ഐ ഹോപ്പ് സർവൈവ് ചെയ്യും. ആൻഡ് നല്ല നാളെയൊക്കെ ആയിട്ട് കാത്തിരിക്കാം. അങ്ങനെയൊക്കെ പറയാൻ ഇപ്പം കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ 0 അല്ല -ആണ് ഇപ്പോഴത്തെ അവസ്ഥ ഫിനാൻഷ്യലി. സോ നെക്സ്റ്റ് സ്റ്റേജിൽ എന്തായിരിക്കും എന്നുള്ളത് അത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. ആംഗിൾ എപ്പോഴും ഇങ്ങനെ പിടിക്കണം, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ദുബായിൽ ഈ ഒരു ഏരിയയിൽ എൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ കാണിച്ചുതരാം. സീസണലി ഗവൺമെൻറ് ഇതുപോലെ സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇത് മാത്രമല്ല, വേറെയും കുറേ കളറിലുള്ള പൂക്കളുണ്ടാവും. നല്ലതാണ്. ഈ പൈപ്പ് കണ്ടില്ലേ, എല്ലാ ചെടിയുടെയും താഴെ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഇവർ നനക്കുന്നതല്ല. കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അടുത്ത് തന്നെ മെട്രോ ഉണ്ട്. അതേപോലെ എയർപോർട്ടിൻ്റെ അടുത്താണ്. എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഇവിടെ താമസിക്കുവാണെങ്കിൽ കാര്യമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കറാമ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് മെട്രോ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു ലൊക്കേഷനിൽ മാത്രമേ ബസ് കയറണം. അതർവൈസ് അത് ഭയങ്കര ഓക്കെയാണ്. ഇതെപ്പോഴും മേലോട്ട് നോക്കണം. ഇഫ് യു നോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിലെ വർക്ക് ലൈഫ് വാസ് ഗുഡ് എന്ന് പറയാം. ബിക്കോസ് നിങ്ങൾക്ക് നന്നായിട്ട് ഫണ്ട് കിട്ടും. നിങ്ങൾ എടുക്കുന്ന എമൗണ്ടിന്, എടുക്കുന്ന വർക്കിന് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. ഈ നിങ്ങൾ ബില്ലിംഗ് ആയിട്ടുള്ള കമ്പനിയിലെ കയറുന്നുണ്ടെങ്കിൽ. എൻ്റെ കമ്പനി ഓക്കെ ആയിരുന്നു, പൈസ എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ പ്രശ്നമുള്ള കമ്പനിയെല്ലാം നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഏൺ ചെയ്യാൻ പറ്റും. ആകെയുള്ള പ്രശ്നം എന്താ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസാണ്. എക്സ്പെൻസ് കുറച്ച് ഹൈ ആണ്. ഇവിടെ 3 ടൈപ്പ് ഓഫ് അക്കോമഡേഷനാണുള്ളത്. 3 അല്ല കേട്ടോ, 4, 5, 6 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അഫോർഡബിൾ ആയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷേ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ മൈൻഡ് വെച്ചിട്ടില്ല. മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ എനിക്ക് പിന്നെ വീഡിയോ ചെയ്യുന്നതിൽ കുറച്ചൊരു അവരെ കൺസേൺ ആയിട്ട് കൂട്ടേണ്ടി വരും. മൈൻഡൊക്കെ കണ്ടിരുന്ന പ്രശ്നം തീർന്നില്ലേ. അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷനാണുള്ളത്. ബെഡ് സ്പേസ്, പാർട്ടീഷൻ, ദെൻ സ്റ്റുഡിയോ. ഈ ബെഡ് സ്പേസ് നമ്മൾ കൊടുക്കേണ്ടത് മിനിമം 800, 900 ആ റേഞ്ചിലൊക്കെയാണ്. പാർട്ടീഷന് 1800, 1700 അതൊക്കെ. പിന്നെ പോരാത്തതിന് സ്റ്റുഡിയോക്ക് പിന്നെ കൂടുതലാണ്. 3000 ഇല്ല കേട്ടോ, 3000 കിട്ടൂല. 3500 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 3200, 3500 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ആ INR കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ നല്ല മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി പോരാം. അതിൻ്റെ കൂടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ, കുറേ കാര്യം സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും പറ്റും. ഇപ്പോൾ നിങ്ങളൊരു നല്ല ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ദുബായ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് തന്നെ UK ആണെങ്കിലും നാടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അത് സത്യമാണ്. ഇപ്പം എനിക്ക് പറ്റിയതല്ല ഉള്ളൊരു തിരിച്ചറിവ് മാത്രമാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഇനി കുറച്ച് സമയമുണ്ട് ദുബായിൽ. കുറച്ച് ഏരിയാസ് കവർ ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. കുറച്ച് സിനിമാറ്റിക് ആയിട്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് എടുക്കണം. മടുത്ത് എന്ന് പറയുന്നതിനേക്കാളും മടിയനായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. I need a change, proper change.